300 കോടിയിലേറെ കളക്ട് ചെയ്ത മലയാള സിനിമയുടെ അഭിമാനം. യെസ്, ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്ന സിനിമയെപ്പറ്റിയാണ് പറയാൻ പോകുന്നത്. പടം കാണാത്തവർ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സ്കിപ്പ് അടിച്ചോളൂ. ഇത് പടം കണ്ടവർക്ക് മാത്രമുള്ള ഒരു വീഡിയോ ആണ്. പടം കണ്ടവർക്ക് ഈ പടത്തിന്റെ കഥാപശ്ചാത്തലത്തെപ്പറ്റി ഒരുപാട് സംശയങ്ങൾ കാണും. അതിനെല്ലാമുള്ള ഒരു ഉത്തരമാണ് ഈ വീഡിയോ. ലോക ചാപ്റ്റർ 1 ചന്ദ്ര. ഈ പടത്തിലൂടെ അവർ പറയുന്നൊരു കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ കാണുന്ന ലോകം ഇങ്ങനെയല്ല, ശരിക്കുള്ള ലോകം വേറെങ്ങനെയോ ആണ്. നമ്മൾ കേട്ടുവളർന്ന മിത്തുകളൊന്നും വെറും മിത്തുകളല്ല. ആ കഥാപാത്രങ്ങളെല്ലാം യാഥാർത്ഥ്യമാണ്. അവരും നമ്മൾക്കിടയിൽ നമ്മളറിയാതെ നമ്മളെപ്പോലെ ജീവിക്കുന്നുണ്ട്. ഈ സിനിമ പറഞ്ഞുവെക്കുന്ന ഒരു യൂണിവേഴ്സ് എന്ന് പറയുന്നത് അതിഭയങ്കരമാണ്. നമ്മളൊക്കെ ചിന്തിക്കുന്നതിന് മുകളിലാണത്. പൊതുവെ കേരളത്തിലെ കെട്ടുകഥകളൊക്കെ ഭയങ്കര എപ്പിക് ആൻഡ് എക്സാഗറേറ്റഡ് ആണ്. അവയെല്ലാം ഏറ്റവും എക്സ്ട്രീംലി സ്റ്റഡി നടത്തി അതിനെ ഈ കാലഘട്ടത്തിലേക്ക് ലോകയിലൂടെ ട്രാൻസ്പ്ലാന്റ് ചെയ്തിരിക്കുകയാണ്. എന്നാൽ അത് ഈ കാലഘട്ടത്തിലും നിൽക്കുന്നതല്ല. ഈ കഥയോ കഥാപാത്രങ്ങളെയോ നമുക്കെവിടെയും തളച്ചിടാനും കഴിയില്ല. സിനിമയുള്ള കാലം വരെ ഈ ഫ്രാഞ്ചൈസ് കൊണ്ടുപോകാൻ കഴിയുന്നത്ര പരിപാടിയാണ് ഈ സിനിമയിൽ അല്ലെങ്കിൽ ഈ സിനിമാറ്റിക് യൂണിവേഴ്സിൽ അവർ സെറ്റ് ചെയ്തു വെച്ചിരിക്കുന്നത്. ഈ കഥകൾക്ക് കാലഘട്ടം ഒരു പ്രശ്നമല്ല. ഈ ക്യാരക്ടേഴ്സിനെ അല്ലെങ്കിൽ സൂപ്പർ ഹീറോസിനെ ഏത് കാലഘട്ടത്തിൽ കൊണ്ടുപോയും പ്ലേസ് ചെയ്യാം. കാരണം ഈ പടത്തിൽ അത് അത്രത്തോളം കൺവിൻസിംഗ് ആണ്. സിനിമയുടെ ടൈറ്റിലെ ലീഡ് ചന്ദ്ര സൂപ്പർ നാച്ചുറൽ പവറൊക്കെയുള്ള ഒരു സൂപ്പർ വുമണാണ്. ഈ ആശയത്തെ അവർ കൺവിൻസ് ചെയ്തിരിക്കുന്നത് ഐതിഹ്യങ്ങളിലൂടെയാണ്. ഇവർ പുരാണങ്ങളിലേക്ക് പോകാതെ മലയാളികളുടെ പൾസായിട്ടുള്ള ഐതിഹ്യമാലയിലേക്ക് പോയി. ഐതിഹ്യമാലയിൽ നമ്മൾക്ക് പരിചിതമായിട്ടുള്ള കുറേ കഥകളും കഥാപാത്രങ്ങളും ഉണ്ടെങ്കിലും കേരളത്തിൽ ഏറ്റവും ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന ഒരു പ്രേതമാണ് കള്ളിയങ്കാട്ട് നീലി. അതുകൊണ്ട് തന്നെയാണ് അവർ നീലിയെ തിരഞ്ഞെടുത്തത്. പക്ഷേ യഥാർത്ഥത്തിലുള്ള കള്ളിയങ്കാട്ട് നീലിയുടെ കഥയല്ല ലോകയിൽ കൊണ്ടുവന്നത്. ഇതിൽ പിടിച്ചിരിക്കുന്നത് മറ്റൊരു സിനിമാറ്റിക് റവല്യൂഷണറി ട്രാക്കാണ്. യഥാർത്ഥ നീലിയുടെ കഥ അങ്ങനെയല്ല. നീലിയുടെ കഥ എന്ന് പറയുന്നത് തന്നെ ഭയങ്കര വൈഡാണ്. ഈ ഡ്യുവൽ ബർത്ത് റീബർത്ത് തിയറികളുമായി ബന്ധപ്പെട്ടാണ് ശരിക്കുള്ള നീലിയുടെ കഥയുള്ളത്. ദ റിയൽ സ്റ്റോറി ഓഫ് നീലി. പണ്ട് കാർവേണി എന്ന് പറയുന്ന ദേവദാസിക്ക് അല്ലി എന്നു പേരുള്ള ഒരു മകളുണ്ടായിരുന്നു. അല്ലി നല്ല സുന്ദരിയായിരുന്നു. അടുത്തുള്ള ഒരു അമ്പലത്തിലെ പൂജാരിയായിരുന്ന നമ്പിയുമായിട്ട് അല്ലി പ്രണയത്തിലായിരുന്നു. അല്ലിയുടേത് ഒരു ആത്മാർത്ഥ പ്രണയമായിരുന്നു. എന്നാൽ നമ്പി അങ്ങനെയല്ലായിരുന്നു. അങ്ങനെ അവരുടെ കല്യാണം കഴിഞ്ഞു. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ നമ്പിയുടെ ഉഡായിപ്പ് നമ്പി അല്ലിയുടെ കുടുംബത്തിലും പ്രയോഗിക്കാൻ തുടങ്ങി. അല്ലിയുടെ അമ്മ ഇത് കയ്യോടെ പൊക്കി നമ്പിയെ അല്ലിയുടെ വീട്ടിൽ നിന്ന് അടിച്ചുപുറത്താക്കി. നമ്പി വീട് വിട്ടിറങ്ങിയപ്പോൾ വൈഫായിട്ടുള്ള അല്ലിയും വീട്ടിൽ നിന്ന് ആഭരണങ്ങളൊക്കെ എടുത്ത് നമ്പിയുടെ കൂടെ പോയി. അങ്ങനെ വീട് വിട്ടിറങ്ങിയ രാത്രിയിൽ അവർ ഒരു കാട്ടിൽ വിശ്രമിച്ചു. അല്ലി ഒന്ന് ഉറങ്ങിയ ടൈമിൽ നമ്പി ഒരു കല്ലെടുത്ത് അല്ലിയുടെ തലയടിച്ച് പൊളിച്ച് അവളുടെ സ്വർണ്ണമെടുത്തോണ്ടുപോയി. നമ്പിയാണെങ്കിൽ പോകുന്ന വഴിയിൽ ഒരു പാമ്പും കടിച്ചു ചത്തു. അങ്ങനെ വീട് വിട്ടിറങ്ങിയ അല്ലിയെ തപ്പി സഹോദരൻ വന്നപ്പോൾ കള്ളിയങ്കാട്ടിൽ ബ്രൂട്ടലായി കൊല്ലപ്പെട്ട് കിടക്കുന്ന അല്ലിയെ കണ്ട് വിഷമം സഹിക്കാൻ പറ്റാതെ ബ്രദറും തലതല്ലി ചത്തു. അങ്ങനെ കുറേ വർഷങ്ങൾക്ക് ശേഷം അല്ലിയും സഹോദരനും ചോളരാജാവിന്റെ മക്കളായി പുനർജനിച്ചു, നീലിയും നീലനും. പക്ഷെ ഇവർ കുറച്ച് ബ്രൂട്ടൽ മെന്റാലിറ്റിയുള്ള ആളുകളായിരുന്നു. അതുമാത്രമല്ല, ഇവരുടെ ജനനത്തോടുകൂടി ചോളരാജ്യം തകരാൻ തുടങ്ങി. ഇവർ രാജാവിന് ഒരു തലവേദനയായി മാറി. അങ്ങനെ രാജാവ് പ്രശ്നം വെച്ചപ്പോൾ പ്രശ്നം മക്കളാണെന്നറിഞ്ഞു. പ്രശ്നം വഷളാവാതിരിക്കാൻ അവരെ തട്ടിക്കൊണ്ടുപോയി നാഗർകോവിലിനടുത്തുള്ള പഞ്ചമങ്കാട്ടിൽ ഉപേക്ഷിച്ചു. അങ്ങനെ അവരവിടുന്ന് കള്ളിയങ്കാട്ടിൽ വന്ന് അവരുടെ ബ്രൂട്ടാലിറ്റി പരിപാടികൾ കണ്ടിന്യൂ ചെയ്യാൻ തുടങ്ങി. കുഴപ്പക്കാരായവരെല്ലാം കാട്ടിൽ വരുത്തി അവരെ കൊന്ന് ചോര കുടിക്കാൻ തുടങ്ങി. അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ നീലി കള്ളിയങ്കാട്ടിലെ ഒരു ഭീകരയക്ഷിയായി മാറി. നീലിയുടെയും നീലന്റെയും ശല്യം കൂടിക്കൂടി വന്നപ്പോൾ അവരെ പിടിക്കാൻ ഒരുപാട് മന്ത്രവാദികൾ വന്നെങ്കിലും നീലിയെ മാത്രം പിടിക്കാൻ പറ്റിയില്ല. പക്ഷെ നീലനെ ഒരു മന്ത്രവാദി തളച്ചു. ഇതറിഞ്ഞ് കലികയറിയ നീലി ആ മന്ത്രവാദിയെ തട്ടി ചോര കുടിച്ചു. അങ്ങനെ നീലിയെ പിടിക്കാൻ ആരെക്കൊണ്ടും കഴിയില്ല എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഒരാൾ വന്നത്. ഒരു അഡാർ എൻട്രി, കത്തനാർ, കടമറ്റത്ത് കത്തനാർ. അങ്ങനെ നമ്മൾ രണ്ടാമത്തെ കഥാപാത്രത്തിലേക്കും എത്തി. അതെ, കടമറ്റത്ത് കത്തനാർ. ദ സ്റ്റോറി ഓഫ് ഗ്രേറ്റ് കടമറ്റത്ത് കത്തനാർ. 3-ാം നൂറ്റാണ്ടിൽ ഒരു ദരിദ്ര കുടുംബത്തിൽ ജനിച്ച പൗലോസ് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അവന്റെ മാതാപിതാക്കൾ മരണപ്പെട്ടു. അനാഥനായി ജീവിച്ചിരുന്ന പൗലോസ് എപ്പോഴും കടമറ്റത്ത് പള്ളിയിലായിരുന്നു. പള്ളിയിലെ പൗലോസിന്റെ സ്ഥിരസാന്നിധ്യവും പെരുമാറ്റവും കഴിവുകളും അന്നത്തെ കത്തനാരച്ചനെ ഒരുപാട് ഇംപ്രസ് ചെയ്തു. അതുകൊണ്ടുതന്നെ കത്തനാരച്ചൻ പൗലോസിനെ തന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി സ്വന്തം മകനെപ്പോലെ വളർത്തി. പള്ളിക്കാര്യങ്ങളിൽ അവനുള്ള ആത്മാർത്ഥതയും വിശ്വാസവും ഉത്തരവാദിത്വവും കണ്ട കത്തനാരച്ചൻ പൗലോസിനെ തന്റെ പിൻഗാമിയാക്കാൻ തീരുമാനിച്ചു. അതിനായി കത്തനാരച്ചൻ പൗലോസിനെ എല്ലാ അറിവുകളും പരിശീലിപ്പിച്ചു. അങ്ങനെ കുറച്ചു വർഷങ്ങൾ കഴിഞ്ഞു. പരിശീലനങ്ങളെല്ലാം ഫലം കണ്ടു. ഇതിനിടയ്ക്ക് ഒരു ദിവസം കത്തനാരച്ചന്റെ പശുക്കളെ മേയ്ക്കാൻ കൊണ്ടുപോയ പൗലോസിന് പെട്ടെന്നൊരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടു. അന്നേ ദിവസം വൈകുന്നേരം മേയ്ക്കാൻ വിട്ട പശുക്കളിൽ ഒരെണ്ണം കാണാനില്ല. അടുത്തുള്ള പരിസരത്തൊക്കെ പശുവിനെ നോക്കിയിട്ട് കാണാത്ത പൗലോസ് പശുവിനെ അന്വേഷിച്ച് ഉൾക്കാട്ടിലേക്ക് പോയി. അങ്ങനെ ഉൾക്കാട്ടിലേക്ക് പോയ പൗലോസ് ഒരു മലയിടുക്കിൽ ചെന്നെത്തുന്നു. മലയിടുക്കിനുള്ളിലെ ഒരു ഗുഹയിൽ നിന്നും പശുവിന്റെ ശബ്ദം കേട്ട പൗലോസ് അതിനുള്ളിലേക്ക് കയറി ചെല്ലുന്നു. ഗുഹക്കുള്ളിലേക്ക് കയറിയ പൗലോസ് കണ്ട കാഴ്ച വളരെ വിചിത്രമായിരുന്നു. അതൊരു ഗുഹയായിരുന്നില്ല. അതിനുള്ളിൽ എന്തൊക്കെയോ രഹസ്യങ്ങളുണ്ടായിരുന്നു. ഒടുവിൽ ഉള്ളിലെത്തിയ പൗലോസിനെ ചില വിചിത്ര മനുഷ്യർ കടന്നുപിടിച്ച് ബന്ധനസ്ഥനാക്കി. അവരായിരുന്നു ഒടിയന്മാർ. അതെ, ഒടിയന്മാർ.
ഒരു ഒടിയൻ പുലിയുടെ വേഷത്തിൽ വന്ന് പശുവിനെ വേട്ടയാടിയതായിരുന്നു. ആ പശുവിനെ രക്ഷിക്കാൻ വന്ന പൗലോസ് ഇപ്പോൾ ഒടിയന്മാരുടെ പിടിയിലായി. അങ്ങനെ ഒടിയന്മാരുടെ ഒളിത്താവളം കണ്ടെത്തിയ പൗലോസിനെ ഒടിയന്മാർ ഗുഹക്കുള്ളിലൂടെ പാതാളത്തിനുള്ളിലെ അവരുടെ ഒരു വിചിത്ര ലോകത്തിലേക്ക് കൊണ്ടുപോയി. ശേഷം ഈ ഒടിയന്മാരുടെ ഒരു മെയിൻ ലീഡറുണ്ട്. ഈ ഒടിയനെയും മാടനെയും ചാത്തനെയും സർവ്വഭൂത പ്രേതഗണങ്ങളെയും നിയന്ത്രിക്കാൻ ശക്തിയുള്ള ഒരാൾ. ഇതിന്റെയെല്ലാം പവർ ഹൌസ്, യെസ്, മൂത്തോൻ, ദ കോൾഡ് ബ്ലഡഡ് മൂത്തോൻ. ഒടിയന്മാർ ബന്ധനസ്ഥനാക്കിയ പൗലോസിനെ മൂത്തോന്റെ അടുത്തേക്ക് കൊണ്ടുപോയി കൊന്നു തിന്നാനായിരുന്നു ഒടിയന്മാരുടെ പ്ലാൻ. പക്ഷേ പൗലോസിൽ വിചിത്രമായ എന്തോ ഉണ്ടെന്ന് മനസ്സിലാക്കിയ മൂത്തോൻ പൗലോസിനെ തടങ്കലിൽ അടയ്ക്കാൻ പറയുന്നു. ഭൂതങ്ങളുമായും പ്രേതങ്ങളുമായും മാത്രം കൂട്ടുകൂടിയ മൂത്തോന് പൗലോസൊരു ചെറിയ അത്ഭുതമായിരുന്നു. കാരണം ഒരു പശുവിനെ തേടി ഒടിയന്മാർ ലോകത്തിനു മുന്നിൽ മറച്ചുവച്ചിരുന്ന മറ്റൊരു ലോകത്തിലേക്കാണ് ഒരു സാധാരണ മനുഷ്യൻ കയറി ചെല്ലുന്നത്. അപ്പോൾ അവനിൽ എന്തോ ഉണ്ടെന്ന് മനസ്സിലാക്കിയ മൂത്തോൻ പൗലോസുമായി കൂടുതൽ ഇടപഴകുന്നു. അങ്ങനെ ദിവസങ്ങളും മാസങ്ങളും കടന്നുപോയി. മൂത്തോനും പൗലോസും തമ്മിൽ വലിയൊരു സൗഹൃദമുണ്ടായി. പൗലോസ് ജെനുവിനായതുകൊണ്ടുതന്നെ മൂത്തോൻ പൗലോസിന് ചില അമാനുഷിക കഴിവുകൾ സാധ്യമാക്കിക്കൊടുക്കുന്നു. ഒരുപാട് മായാജാലങ്ങളും മന്ത്രജാലങ്ങളും പരിശീലിപ്പിച്ച് പൗലോസിനെ മൂത്തോൻ ഒരു സൂപ്പർ ഹ്യൂമനാക്കുന്നു. മൂത്തോൻ പൗലോസിനെ ഇതെല്ലാം പരിശീലിപ്പിച്ചതിന്റെ ഉദ്ദേശം അവനെ തന്റെ പിൻഗാമിയാക്കുക എന്നതായിരുന്നു. എന്നാൽ എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും പൗലോസിന് ഇപ്പോഴും തന്റെ നാടും പള്ളിയും മതി. അങ്ങനെ 12 വർഷം കഴിഞ്ഞു. 12 വർഷത്തെ പരിശീലനവും. ഒരു കാര്യത്തിൽ മാത്രം മൂത്തോന് തെറ്റി. പൗലോസ് മൂത്തോൻ വിചാരിച്ചിരുന്നതുപോലെ ഒരാളായിരുന്നില്ല. ഈ 12 വർഷത്തെ അടിമജീവിതത്തിനോടൊപ്പമുള്ള പരിശീലനത്തിൽ നിന്ന് ലഭിച്ച കഴിവുകൾ പൗലോസ് മൂത്തോനെതിരെ തന്നെ ആദ്യം പ്രയോഗിച്ചു. തന്റെ മന്ത്രവിദ്യകൾ ഉപയോഗിച്ച് ഒടിയന്മാരെ തളച്ച് പൗലോസ് ഗുഹയ്ക്ക് പുറത്തു ചാടി. അവിടുന്ന് രക്ഷപ്പെട്ട പൗലോസ് തന്റെ അമാനുഷിക കഴിവുകൾ സാധാരണ ജനങ്ങൾക്കാണ് ഉപകാരപ്പെടുന്നതെന്ന് മനസ്സിലാക്കി തിരികെ കടമറ്റം പള്ളിയിലേക്ക് പോയി. 12 വർഷത്തിനുശേഷം മടങ്ങിയെത്തിയ പൗലോസിന്റെ അമാനുഷികമായ കഴിവുകൾ മനസ്സിലാക്കിയ സഭ പൗലോസിനെ അടുത്ത കത്തനാരായി നിയമിച്ചു. അങ്ങനെ പൗലോസ് കടമറ്റത്ത് പള്ളിയിലെ കത്തനാരായി, കടമറ്റത്ത് കത്തനാരായി. ഇതേ സമയം ഗുഹക്കുള്ളിൽ ലോകത്തിന്റെ രഹസ്യം മനസ്സിലാക്കി അമാനുഷികമായ കഴിവുകളുമായി പുറത്തുചാടിയ പൗലോസ് എന്ന കടമറ്റത്ത് കത്തനാരെ പിടിക്കാൻ മൂത്തോൻ ഒരു ഒടിയനെ അയച്ചു. മിക്കവാറും ആ ഒടിയനാവാം ലോകയിൽ നമ്മൾ കണ്ട ദുൽഖർ സൽമാൻ. എന്നാൽ ഒടിയന്മാരുടെ ഒരു സംഘത്തെ തന്നെ കത്തനാർ മണിച്ചിത്രതായിട്ട് പൂട്ടി. അങ്ങനെ കത്തനാരെ പിടിക്കാൻ മതിയായ സംഘം തികയാതെ വന്നപ്പോൾ മൂത്തോൻ തളക്കപ്പെട്ട 390 ചാത്തന്മാരെ ഉണർത്തി കത്തനാരെ പിടിക്കാൻ പറഞ്ഞയച്ചു. അതിലൊരു ചാത്തനെ കത്തനാർ തളച്ചതായും പിന്നീട് ആരാധിച്ചിരുന്നതായും ഐതിഹ്യമാലയിൽ പറയുന്നുണ്ട്. കണക്ഷൻ പോയ പോക്ക് കണ്ടോ? ലോക ചാപ്റ്റർ 1-ൽ കടമറ്റത്ത് കത്തനാർക്ക് വലിയ സ്പേസ് ഉണ്ടായിരുന്നില്ലെങ്കിലും അടുത്ത പാർട്ടുകളിൽ അതുണ്ടാവും. കാരണം ഇവരെയൊക്കെക്കാളും മാസ അങ്ങേരാണ്. അതുമാത്രമല്ല ഇവരെയൊക്കെ തമ്മിൽ പരസ്പരം കണക്ട് ചെയ്യിക്കുന്നതും കത്തനാരാണ്. ലോക സിനിമയുടെ ഒരു മെയിൻ പോയിന്റായി കാണിച്ചിരിക്കുന്നത് തന്നെ കടമറ്റത്ത് കത്തനാർ എഴുതിയ ഒരു ഗ്രന്ഥമാണ്. ജസ്റ്റ് നമ്മൾ പടത്തിൽ കണ്ടുപോയ ഒരു ക്യാരക്ടർ ലെവൽ എത്രമാത്രം മാസായിരുന്നിരിക്കുമെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണുമല്ലോ. കത്തനാർ എന്ന കഥാപാത്രത്തിന് ഇത്രയും എക്സൈറ്റ്മെന്റ് വരാൻ കാരണം അടുത്തു വരാൻ പോകുന്ന ജയസൂര്യയുടെ കത്തനാർ എന്ന സിനിമയാണ്. ഞാനീ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒരു മിന്നായം പോലെ നിങ്ങൾക്ക് കത്തനാർ സിനിമയുടെ ടീസറിൽ കാണാൻ കഴിയും. അപ്പോൾ നമുക്കിനി അടുത്ത പാർട്ടിലേക്ക് പോകാം. ചാത്തന്മാർ വരും. ലോക സിനിമയിൽ ചാത്തനായി വന്നിരിക്കുന്നത് ടൊവിനോയാണ്. ലോക ചാപ്റ്റർ 2 ചാത്തൻ എന്നത് ടൊവിനോയുടെ പടമാണ്. ട്രസ്റ്റ് മീ ഗൈസ്, അതൊരു വൻ താരനിരയുള്ള പടമായിരിക്കും. മലയാളത്തിലെ ഇന്നത്തെ പല സീനിയർ നടന്മാരും ചിത്രത്തിന്റെ ഭാഗമായിരിക്കും. കാരണം അതൊരു വലിയ ക്യാൻവാസിൽ ഒരുങ്ങുന്ന ചിത്രമാണ്. നമ്മൾ ലോകയിൽ കണ്ട കോമഡികൾ മാത്രമല്ല ചാത്തൻ. വരാൻ പോകുന്ന ചാത്തൻ വയലൻസിന്റെയൊക്കെ ഒരു പീക്ക് ഐറ്റമായിരിക്കും. ടൊവിനോയുടെ ഈ ചിരിയൊക്കെ അതിൽ കൊലച്ചിരിയാകും. സത്യം പറഞ്ഞാൽ ഈ കൊലച്ചിരി എന്ന് പറയുന്ന വാക്ക് തന്നെ ഉണ്ടായത് ചാത്തൻ കഥകളിൽ നിന്നാണ്. ചാത്തന്റെ ഒരു കൊലച്ചിരി കഥ. പണ്ടുകാലത്ത് പൗർണമിയിൽ പുലർച്ചെ പ്രസവിച്ച പശുവുള്ള വീടുകളിൽ ചാത്തൻ ഒരു പശുക്കുട്ടിയുടെ രൂപത്തിൽ വരും. എന്നിട്ട് പശുവിന്റെ അകിടിൽ നിന്ന് പാല് കുടിക്കും. ഈ പാല് കുടിച്ച സുഖത്തിൽ ചാത്തൻ കുറച്ചുനേരം മത്തടിച്ച് മയങ്ങും. മയങ്ങുന്ന ടൈമിൽ ചാത്തന്റെ മന്ത്രവടി എന്തായാലും താഴെ വീഴും. ആ തക്കത്തിന് ഇത് മുൻകൂട്ടി മനസ്സിലാക്കിയ ചില മന്ത്രവാദികൾ ചാത്തനെ പിടിക്കാൻ വേണ്ടി ഈ മന്ത്രവടി എടുത്തോണ്ടോടും. ഈ ഓടുന്ന ടൈമിൽ ചാത്തൻ പിന്നാലെ ഓടും. പക്ഷെ മന്ത്രവാദി തിരിഞ്ഞു നോക്കാതെ ഓടും. കാരണം തിരിഞ്ഞു നോക്കിയാൽ ചാത്തൻ സ്പോട്ടിൽ മന്ത്രവാദിയെ തീർക്കും. അതുകൊണ്ട് തിരിഞ്ഞു നോക്കാതെ ഓടിയേ പറ്റൂ. ഓടുന്ന ടൈമിൽ പിന്നാലെ വരുന്ന ചാത്തൻ മന്ത്രവടി നേടാൻ വേണ്ടി പല പരിപാടിയും കാണിക്കും. ചിലപ്പോൾ കുഞ്ഞുങ്ങളുടെ സൗണ്ടിൽ കരഞ്ഞുകൊണ്ടോടും, ചിലപ്പോൾ മൃഗങ്ങളുടെ ശബ്ദത്തിൽ കരഞ്ഞുകൊണ്ടോടും. അങ്ങനെ പല വിദ്യകളും ചാത്തൻ പ്രയോഗിക്കും. ഒടുവിൽ എങ്ങാനും തിരിഞ്ഞു നോക്കിപ്പോയാൽ ചാത്തൻ അവരെ പിടിച്ച് ഉറക്കെ പൊട്ടിച്ചിരിച്ചുകൊണ്ട് വളരെ ബ്രൂട്ടലായി കൊലപ്പെടുത്തും. ഇങ്ങനെയാണ് ചാത്തന്റെ കഥ. അങ്ങനെ ഈ ചാത്തനെപ്പറ്റി കുറേ കഥയുണ്ട്. ലോകയുടെ പോസ്റ്റ് കട്ട് സീനിൽ ടൊവിനോ പറയുന്ന ഒരു ഡയലോഗുണ്ട്. കാണാൻ എന്നെപ്പോലെ തന്നെ ഇരിക്കുന്ന 390 സഹോദരന്മാർ എനിക്കുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? യെസ്, ശരിക്കും അങ്ങനെയൊന്നുണ്ട്. അതിനും ഒരു കഥയുണ്ട്. 390 ചാത്തന്മാരുടെ കഥ. വേദപണ്ഡിതനായിരുന്ന കളങ്കാട്ട് നമ്പൂതിരിക്ക് കുട്ടികൾ ഇല്ലായിരുന്നു. തനിക്ക് സന്താനഭാഗ്യം ലഭിക്കാനായിട്ട് ഒരു ഭയങ്കര ശിവഭക്തനായിരുന്ന നമ്പൂതിരി എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം നമ്പൂതിരിയുടെ മനയുടെ മുൻപിൽ ഒരു കൈക്കുഞ്ഞ് പ്രത്യക്ഷപ്പെട്ടു. മക്കളില്ലാത്ത തനിക്ക് ഭഗവാൻ ശിവൻ തന്ന വരദാനമാണ് ഈ കുഞ്ഞെന്ന് നമ്പൂതിരി വിശ്വസിച്ചു. ആ കുഞ്ഞ് ഒരു ശിവാംശമാണെന്നും നമ്പൂതിരിക്ക് മനസ്സിലായി. അങ്ങനെ നമ്പൂതിരിയുടെ മകനായി അവൻ മനയിൽ വളർന്നു.
എന്നാൽ അവന്റെ സ്വഭാവവും പെരുമാറ്റവുമെല്ലാം ബ്രാഹ്മണ ആചാരങ്ങൾക്ക് വിരുദ്ധമായിരുന്നു. അവനെ ഉപദ്രവിക്കുന്നവരെയെല്ലാം അവൻ കൊല്ലാനും മടിച്ചിരുന്നില്ല. വേദപഠനകാലത്ത് ഗുരു അടിച്ചതിന്റെ പേരിൽ ഗുരുവിനെയും കൊന്നു. മകന്റെ ഈ സ്വഭാവം നമ്പൂതിരിക്ക് ഒട്ടും അംഗീകരിക്കാൻ കഴിയില്ലായിരുന്നു. ഒരിക്കൽ വളർത്തമ്മയെ തന്നെ ആക്രമിക്കാൻ ശ്രമിച്ച ചാത്തനെ നമ്പൂതിരി വെട്ടിക്കൊന്നു. എന്നാൽ വെട്ടിയിട്ടും ചാത്തൻ മരിക്കുന്നുണ്ടായിരുന്നില്ല. ഒടുവിൽ ബ്രാഹ്മണശ്രേഷ്ഠന്മാരെ വരുത്തി ചാത്തനെ വെട്ടിവെട്ടി 390 കഷ്ണങ്ങളാക്കി ഹോമകുണ്ഡത്തിൽ നിറച്ചു. ഈ ഹോമകുണ്ഡം പൊട്ടിത്തെറിച്ച് ഹോമകുണ്ഡത്തിലെ ഓരോ കഷ്ണത്തിൽ നിന്നും ഓരോരോ ചാത്തന്മാരുണ്ടായി. അങ്ങനെ 390 ചാത്തന്മാരുണ്ടായി. ഓരോ ചാത്തന്മാർക്കും ഓരോ പവറാണ്. ഈ ഹോമകുണ്ഡത്തിൽ നിന്ന് തീയിലേക്ക് വീണവൻ തീക്കുട്ടി, പറന്നുപോയവൻ പറക്കുട്ടി, കരിയിലേക്ക് വീണവൻ കരിക്കുട്ടി. അങ്ങനെ പല പേരിൽ 390 ചാത്തന്മാർ പിറവികൊണ്ടു. പിന്നീട് അവർ കുട്ടിച്ചാത്തന്മാർ എന്നറിയപ്പെട്ടു. ഇങ്ങനെയാണ് ചാത്തന്റെ ഐതിഹ്യം. അപ്പം ലോക സിനിമയുടെ അടുത്ത ഭാഗത്തിന്റെ കഥാപശ്ചാത്തലം എന്താണെന്ന് ഇപ്പോൾ പിടികിട്ടിക്കാണുമല്ലോ. നമ്മളിപ്പോൾ കേട്ട കഥയും കഥാപാത്രങ്ങളുമെല്ലാം ചെന്ന് കണക്റ്റ് ആവുന്നത് ഒരു പോയിന്റിലാണ്, ആ ഗുഹ. നമ്മുടെ കത്തനാരുടെ കഥയിലും മിസ്റ്റീരിയസ് ആയിട്ടുള്ളൊരു ഗുഹയുണ്ട്. ലോക സിനിമയിലും അതുപോലെ ഒരു ഗുഹയുണ്ട്. അപ്പോൾ ഈ രണ്ട് കഥയിലെയും ഗുഹ ഒന്നുതന്നെയാണ്. ആ ഗുഹക്കുള്ളിലാവാം അവരുടെ ലോകം. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. കൂടുതൽ ഡീറ്റെയിലിംഗുമായി അടുത്ത വീഡിയോയിൽ കാണാം. സൈനിങ് ഓഫ്, യുവർ ഓൺ സ്റ്റോറി ടെല്ലർ മല്ലു.